നൂറനാട് പടനിലം പരബ്രഹ്മ ക്ഷേത്രത്തിലെ വൃശ്ചിക മഹോത്സവം സമാപിച്ചു. സമാപന സമ്മേളനം ധനകാര്യമന്ത്രി കെ.എൻ. ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ചരിത്രപ്രസിദ്ധമായ നൂറനാട് പടനിലം പരബ്രഹ്മ ക്ഷേത്രത്തിലെ വൃശ്ചിക മഹോത്സവം സമാപിച്ചു. സമാപന ദിവസം വിവിധ ചടങ്ങുകൾ നടന്നു. രാവിലെ 5-ന് പ്രഭാതഫേരി, 5:30-ന് ഹരിനാമ കീർത്തനം, 6-ന് ഗണപതി ഹവനം, 6:30-ന് സോപാന സംഗീതാർച്ചന, 8-ന് ഭാഗവത പാരായണം, 11:30-ന് ശീതങ്കൻ തുള്ളൽ, ഉച്ചയ്ക്ക് 12-ന് കഞ്ഞിസദ്യ, വൈകിട്ട് 5-ന് ചൊവ്വല്ലൂർ മോഹനവാര്യർ അവതരിപ്പിച്ച പാണ്ഡിമേളം എന്നിവ നടന്നു. 6:30-ന് ദീപാരാധന നടന്നു. തുടർന്ന് നടന്ന സമാപന സമ്മേളനം ധനകാര്യമന്ത്രി കെ.എൻ. ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു. കൊണ്ടുവരാൻ ശ്രമിച്ച ഒരു പാരമ്പര്യമുള്ള പ്രദേശത്തെ ജനങ്ങളെന്ന നിലയിൽ ഈ നാട്ടിൽ കൂടുതൽ സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കുവാൻ ഇത്തരം കേന്ദ്രങ്ങൾ നമ്മളെ സഹായിക്കുന്നുണ്ട് എന്ന അഭിമാനത്തോടുകൂടി നമുക്ക് ഭാവിയിലും മുന്നോട്ട് പോകാൻ മാത്രം കഴിയണം. അതിനുവേണ്ടി നിങ്ങൾക്കെല്ലാം പ്രവർത്തിക്കാൻ കഴിയണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ വരാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ആത്മാർത്ഥമായി ഇത്തരം പരിപാടിയിൽ ഏറ്റുകഴിഞ്ഞാൽ എപ്പോഴായാലും വരണമെന്നുള്ളത് സന്തോഷം കൊണ്ട് തന്നെയാണ്. ഇപ്പം താമസിച്ചാലും ഇവിടെ വരുമ്പോൾ താമസിച്ചു പോയോ എന്നുള്ള വിഷമം ഉണ്ടായിരുന്നെങ്കിലും താമസിച്ചിട്ട് പോയിട്ടില്ല. നിങ്ങളെല്ലാവരും ഇവിടെ ഉണ്ട്. നിങ്ങളെ നേരിൽ കാണാൻ കഴിഞ്ഞ ഈ സന്തോഷം ഒരിക്കൽ കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് എണ്ണ പകർന്നു നൽകുന്നത് തൊട്ടടുത്ത ദേവാലയത്തിൽ ക്രിസ്ത്യൻ ദേവാലയത്തിലെ നിന്ന് ലഭിക്കുന്ന എണ്ണ ഉപയോഗിച്ചാണ് നമ്മുടെ ക്ഷേത്രത്തിൽ വിളക്ക് കൊടുത്തിക്കൊണ്ടാണ് നമ്മുടെ കരയുടെ ചടങ്ങും വൃശ്ചികമെന്ന് മഹോത്സവം തുടങ്ങി വെക്കുന്നത്. എം.എസ്. അരുൺകുമാർ എം.എൽ.എ. മുഖ്യപ്രഭാഷണം നടത്തി. ചലച്ചിത്ര നടൻ പ്രമോദ് വെളിയനാട് മുഖ്യ അതിഥിയായി പങ്കെടുത്തു. കെ. രാഘവൻ, ജി. ഹരിപ്രകാശ്, കെ. അനൂപ്, ജി. ഗോപൻ, കെ.ആർ. ശശിധരൻ പിള്ള, രജിന സുണ്ണിത്താൻ, പി. പ്രമോദ്, പി. കെ. ശിവരാജൻ, കെ. രാജൻ, കെ. കൃഷ്ണൻകുട്ടി താങ്കൾ, പി. ഉണ്ണികൃഷ്ണക്കുറുപ്പ്, പ്രേംലാൽ എന്നിവർ സംസാരിച്ചു. കെ. മോഹൻകുമാർ നന്ദി പറഞ്ഞു. തുടർന്ന് ഗാനമേള നടന്നു. ചടങ്ങുകളിൽ നൂറുകണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു. CDNet ന്യൂസ്, ചാരുമൂട്.